ആളുകൾക്കൊരു അത്ഭുത സിദ്ധി അല്ലെങ്കിൽ അവരെ മറ്റൊരു ഡയമെൻഷനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഹഠയോഗ എന്ന്. അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാമോ? ശരീരത്തിനകത്ത് 3 പ്രധാന നാഡികൾ എന്ന് പറയും. സ്വാമി സ്വാത്മരാമനാണ് ഹഠയോഗത്തിൻ്റെ ഒരു പുസ്തകം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഹഠയോഗം ഉണ്ടാക്കിയത്. ഈ ഹംസ മന്ത്രം എന്ന് പറയുന്നത് ഗുരു ഉപദേശിക്കുന്നതാണോ അതോ ഓരോ പോസ്റ്റേഴ്സിനും കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളൊരു? വൃക്ഷാസനം എന്ന് പറഞ്ഞാൽ ഇടപിംഗള നാഡികളെ, നേരത്തെ ഹഠയോഗത്തിൽ ഇടപിംഗള നാഡികളെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വേറെ പോസ്റ്ററില്ല. നമ്മൾ നാഡിശുദ്ധി പറയുന്ന സാധനമില്ലേ, വൃക്ഷാസനം ചെയ്താൽ കിട്ടുന്നതിൻ്റെ ഫലത്തിൻ്റെ ഒരു 10% പോലും ഉണ്ടാവില്ല നാഡിശുദ്ധി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വടി വീശൽ മാത്രമൊന്നുമല്ല, വെറുതെ ഇരുന്നാലും കുറേ ദിവസം ഒന്ന് പഠിപ്പിക്കാൻ പറ്റും. ചേട്ടാ, ഈ ഹഠയോഗ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ യോഗയിലെ തന്നെ ഒരു ആളുകൾക്കൊരു അത്ഭുത സിദ്ധി അല്ലെങ്കിൽ അവരെ മറ്റൊരു ഡയമെൻഷനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഹഠയോഗ എന്ന്. അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഹഠയോഗ ഈ കളരിയുടെ തുടക്കം ഹഠയോഗത്തിലാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഹഠയോഗത്തിൽ തുടങ്ങുന്ന കളരി അത് പാതഞ്ജലം, അത് രാജയോഗത്തിലൂടെ കടന്നു പോയിട്ടൊക്കെയാണ് നമുക്ക് ലയത്തിലേക്ക് എത്തുന്നത്. കളരിയിലെ ചുവട് വയ്ക്കുമ്പോൾ അറിയാൻ സാധിക്കും. വലം നീക്കി ചവിട്ടി, ഇടം നീക്കി ചവിട്ടി, വലം നീക്കി ചവിട്ടി, ഇടം നീക്കി ചവിട്ടി, വലം നീക്കി ചവിട്ടി, 5 ചുവട്, 7 ചുവട്, 9 ചുവട്, 3 ചുവടൊക്കെ ചെയ്യുന്നു. എന്നാൽ യോഗശാസ്ത്രത്തിൽ എല്ലാം സിമ്മട്രിക്കാണ്. ഇന്ന് കാണുന്ന യോഗശാസ്ത്രമായിട്ട് പറയുന്നത് ശരിക്കും ഹഠയോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് 3 പ്രധാന നാഡികൾ എന്ന് പറയാം. 3 കുറേ പ്രധാന നാഡികളുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ട 3 നാഡികളാണ് ഇടപിംഗള, സുഷുപ്ന നാഡികൾ. ഈ ഇടപിംഗളയിലും സുഷുപ്ന നാഡിയിലൂടെയും പ്രാണനാണ് ചലിക്കേണ്ടത്. അപ്പോൾ ഏത് നാഡിയിലാണോ പ്രാണൻ ചലിക്കുന്നത് അതിന് പിംഗള നാഡി എന്നും, അപ്പോൾ മറ്റേതിന് ഇടനാഡി എന്ന് പറയും. ഈ 2 നാഡിയിലൂടെ അപ്പോൾ ഈ 2 നാഡിയിലൂടെ പ്രാണനെയും വായുവിനെയും ഇല്ലാണ്ടാക്കിയ ശേഷം സുഷുപ്ന നാഡിയുടെ പ്രാണനെ കടത്തിവിടുന്ന അവസ്ഥയെ പറയുന്നവരാണ് ഹഠയോഗം. ഇടപിംഗള നാഡിയിലൂടെ പ്രാണൻ കടന്നുപോയി അതിനെ ഒരു അവസ്ഥയിൽ വന്ന് കഴിയുമ്പോൾ അത് മെർജാവും മീൻസ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, വേറെ വാക്കിക്ക് അറിയാൻ പാടാത്തതുകൊണ്ട്. ആ സമയത്ത് സുഷുപ്ന നാഡിയുടെ പ്രാണൻ ചലിക്കും. ആ അവസ്ഥയെ പറയുന്നതാണ് ഹഠയോഗം. അല്ലാതെ ഇന്ന് ചില ആളുകൾ കഠിനമായ യോഗ ചെയ്യുന്നതിനെ ഹഠയോഗം എന്ന് പറയാറുണ്ട്. അതല്ല ഹഠയോഗം. ഹഠയോഗം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 3 നാഡിയിലൂടെ പ്രാണനെ മുകളിലേക്ക് ഊർജ്ജമായ രീതിയിൽ ചലിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഹഠയോഗം പറയുക. അപ്പോൾ ചലിപ്പിക്കാനായിട്ട് മനസ്സ് പാടില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അവിടെയും ഹംസത്തിന് പ്രസക്തിയുണ്ട്, ലയം വരണം. അതുകൊണ്ടാണ് ഹഠയോഗത്തിൽ അവസാനം ലയം പറഞ്ഞേക്കണേ. ഹഠയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞു. സ്വാമി സ്വാത്മരാമനാണ് ഹഠയോഗത്തിൻ്റെ ഒരു പുസ്തകം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഹഠയോഗം ഉണ്ടാക്കിയത്. അതല്ലാതെ ഖേരണ്ടൻ്റെ ഹഠയോഗമുണ്ട്, ഗോരക്ഷനാഥൻ ഹഠയോഗമുണ്ട്, നമ്മുടെ ശിവസംഹിതയിലും പറയുന്ന ഹഠയോഗമായിട്ടാണ്. അപ്പോൾ ഇതിലൊക്കെ എന്താ പറയുക, ഇടപിംഗള നാഡികളെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു വ്യായാമത്തിനോ ഒന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. ഇത് ചെയ്ത് ആദ്യം നാഡീവ്യവസ്ഥ കറക്റ്റ് ചെയ്യുകയും നാഡീവ്യവസ്ഥ കറക്റ്റ് ചെയ്ത് നാഡിയിലൂടെ പ്രാണനെ ഉണ്ടാക്കിയെടുക്കുന്ന രീതി, അതിനുശേഷം എന്താ പറയുക, കുറേ ബന്ധങ്ങളും മുദ്രകളൊക്കെ വച്ച ശേഷം നാദാനുസന്ധാനം എന്ന് പറയും, അതായത് ലയിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന രീതി. ആദ്യം ശുദ്ധി ചെയ്യണം, അതിനുശേഷം ഉണ്ടാക്കണം, അതിനുശേഷം അതിനെ കൂട്ടി വയ്ക്കണം, അതിനുശേഷം അതിനെ ലയിപ്പിക്കണം. അപ്പോൾ ഇവരൊക്കെ കാഴ്ചപ്പാടിൽ ഹഠയോഗം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കഠിനമായിട്ടുള്ള വ്യായാമം എന്ന് പറയുക. പക്ഷേ വ്യായാമങ്ങൾ അതിലുണ്ട്, മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഓരോ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴും നിരന്തരമായിട്ട് വലത് കൈ ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വലത്തെ മൂക്ക് വയ്യ കൊണ്ടിരും. ബ്രെയിനിൻ്റെ അവസ്ഥ കൊണ്ടാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു ഇടത് വച്ചിട്ട് വലത് കൈയെല്ലാം വിരലുകളെല്ലാം നിലത്ത് സ്പർശിക്കുന്ന സമയത്ത് നമ്മുടെ സെൻസറി ഓർഗൻസിനുണ്ടാകുന്ന അഹങ്കാരങ്ങൾ, വായുബലം, ഇത് വായുബലമാണ്. എനിക്ക് അഹങ്കാരം കയറും. ഞാൻ 10-100 കിലോ എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ എനിക്ക് ഇത്തിരി വായുബലം കയറും.
ഇനിയും എല്ലാ കാര്യങ്ങളിലും ഇപ്പം എന്തിലായിക്കോട്ടെ. അപ്പോൾ ഈ 5 ഇന്ദ്രിയം വഴിയുള്ള വിലയാണ് ഏറ്റവും കൂടുതൽ അഹങ്കാരം. അതെല്ലാം സ്പർശിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് അതില്ലാണ്ടാവും. അപ്പോൾ അവിടെയും ഹഠയോഗം സംഭവിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് കയറുമ്പോഴും ഹഠയോഗം സംഭവിക്കുന്നുണ്ട്. ഈ ഇടപിംഗള നാഡി മാത്രം ഫോക്കസ് ചെയ്തിട്ട് വലം നീക്കി ചവിട്ടുമ്പോൾ ഏത് നാഡിയാണ് ചലിക്കുന്നത്, അപ്പോൾ കൈകൾ എവിടെ വരണം, നോട്ടം എവിടെ വരണം, ശ്വാസഗതി എങ്ങനെ കുറയ്ക്കണം, എവിടെ ശ്വാസത്തെ പിടിച്ചു നിർത്തണം, ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് ഹഠയോഗം. ഇപ്പോൾ പശ്ചിമോത്താനാസനം യോഗശാസ്ത്രത്തിൽ പറയുന്ന ഈ ഏത് ഹഠയോഗ പ്രദീപം എടുക്കുമ്പോൾ പറയുന്ന ഒരു ആസനമാണ് പശ്ചിമോത്താനാസനം. ഇന്ന് പശ്ചിമോത്താനാസനം ചെയ്യുന്നത് ഹഠയോഗമായിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും, കാല് എഴുന്നിട്ട് കാല് മുട്ട് നിവർത്തി കാൽപാദങ്ങളിലേക്ക് വലിച്ചു പിടിക്കുന്ന അവസ്ഥയാണ് പശ്ചിമോത്താനാസനം. ഈ പശ്ചിമോത്താനാസനത്തിൻ്റെ മന്ത്രം ഓമാണ്. ഓം ചാൻഡ് ചെയ്തുകൊണ്ട് കൃത്യമായ അളവിൽ ശ്വാസം എടുത്ത് അത് ഇത്ര ആവർത്തി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്ങളില്ലാണ്ടാവും. ആ ഭയം ഇല്ലാണ്ടാവണം എങ്ങനെയാണ്? ശാരീരിക കോൺസെപ്റ്റ് ഇല്ലാണ്ടാവാണ്, അല്ലാതെ ശരീരത്തിന് ബലം കിട്ടാൻ വേണ്ടിയല്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആസനത്തിൽ ഒരു പോസ്റ്റിൽ നിന്ന് ആസനമായി മാറുന്ന സമയത്ത് എൻ്റെ ബോധതലം ഇല്ലാണ്ടാവാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോമുഖാസനം നമ്മുടെ ഹഠയോഗ പ്രദീപികയിൽ പറഞ്ഞൊരു ആസനമാണ് ഗോമുഖാസനം. പിന്നെ എല്ലാം ചെയ്യുന്നത് കൈ ബാക്ക് വെച്ച് കെട്ടി നമ്മുടെ കാലിൻ്റെ മുട്ട് പശുവിൻ്റെ മുഖം പോലെ ആവുമെന്ന് പറയും. ശരിക്കും അതിന് വേണ്ടിയിട്ടല്ല ഗോമുഖാസനം ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ലൈഫിൽ ഇപ്പം കഴിഞ്ഞ ലൈഫിൽ ഞാനൊരു മനുഷ്യനായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ എല്ലാ അറകളും വീണ്ടും യോജിക്കണം. ഒരു ബോളിനെ 10 ഡിവൈഡ് ചെയ്തിട്ട് എറിഞ്ഞു കളഞ്ഞു, വീണ്ടും ബോളാവണമെങ്കിൽ എന്ത് വേണം? അത് 10 പാർട്സ് വീണ്ടും ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ ഈ ഫിസിക്കൽ ബോഡിയിലേക്ക് ആ മനസ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടി ചേരണം. ചില സ്ഥലത്ത് പറ്റില്ല. ചില സ്ഥലത്ത് മരിക്കുന്ന സമയത്ത് ഈ തെറിച്ച് പോകുന്ന കഷ്ണങ്ങൾ കഷ്ണം മീൻസ് മനസ്സിൻ്റെ ചില സ്ഥലങ്ങൾ ഏറ്റവും ലോവർ ഡയമെൻഷൻസിലേക്ക് പോയി കിടക്കും. നേരത്തെ പറഞ്ഞിട്ടുള്ള 7 പാതാളത്തിൽ അല്ലാതെ വേറെ പാതാളുണ്ട്, അവിടെ പോയി കിടക്കും. നമുക്ക് അറിയാനും പറ്റില്ല. ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ ഈ ഫിസിക്കൽ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആസനമാണ് ഗോമുഖാസനം. അല്ലാതെ എല്ലാവരും ചെയ്യണ്ട. അങ്ങനെ ഓരോ ആസനങ്ങൾക്കും 15 ആസനം പറയുന്നുണ്ടെങ്കിൽ ഈ 15 ആസനവും പ്രസക്തിയാണ്. ഒരു ആസനം ഒരാൾ ചെയ്താൽ മതി. എൻ്റെ മനസ്സിന് എന്താണ് ക്ലാരിഫിക്കേഷൻ കുറവ്, അതിനെ നോക്കിയെടുത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഹഠയോഗത്തിൽ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മറഞ്ഞു പോയ ആ മനസ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും എൻ്റെ കുറവ്. എനിക്ക് മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഇന്നർ മൈൻഡിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ആ തടസ്സം ഇല്ലാത്തതിൻ്റെ കുറവായിരിക്കും. അത് എന്നിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലായി. പിന്നെ ചേർന്ന് കഴിയുമ്പോഴേക്കും വേറെ വിഷയം വരിക, അപ്പോൾ വേറെ ആസനം മാറ്റണം. അല്ലാതെ ഇന്ന് എന്താ പറയുക, ഒരു രാവിലെ 5 മുതൽ 6 വരെ കുറേ വ്യായാമം ചെയ്യും, ത്രികോണാസനം ചെയ്യും, പശ്ചിമോത്താനാസനം ചെയ്യും, അത്തക്കടി ചക്രാസനം ചെയ്യും. അങ്ങനെ ഫലം ചെയ്യലല്ല, ഒരു ആസനം തന്നെ നിരന്തരമായിട്ട് ചെയ്യാം. അപ്പോൾ അതിൽ മന്ത്രം വയ്ക്കണം. ആ ഹംസമന്ത്രം കൊണ്ടാണ് ആ പോയ സാധനത്തെ തിരിച്ചെടുക്കാൻ പറ്റുക. ഇത് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും മനസ്സിൻ്റെ അംശങ്ങൾ തറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ആസനമാണ് ഈ ആസനം. ഈ ഒരു സംശയം, ഈ ഹംസ മന്ത്രം എന്ന് പറയുന്നത് ഗുരു ഉപദേശിക്കുന്നതാണോ അതോ ഓരോ പോസ്റ്റേഴ്സിനും കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളൊരു മന്ത്രമാണോ? രണ്ടുമുണ്ട്. ഗുരു ഉപദേശിച്ച് തരേണ്ട കാര്യം കൂടിയാണ്, എന്നാൽ ഓരോ ആസനത്തിനും ഓരോ മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ വൃക്ഷാസനം. വൃക്ഷാസനം എന്ന് പറഞ്ഞാൽ ഇടപിംഗള നാഡികളെ, നേരത്തെ ഹഠയോഗത്തിന് ഇടപിംഗള നാഡികളെ ഇത്രയും പെർഫെക്റ്റായിട്ട് രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വേറെ പോസ്റ്ററില്ല. ഇപ്പോൾ നമ്മൾ നാഡിശുദ്ധി എന്ന് പറയുന്ന സാധനമില്ലേ, വൃക്ഷാസനം ചെയ്താൽ കിട്ടുന്നതിൻ്റെ ഫലത്തിൻ്റെ ഒരു 10% പോലും ഉണ്ടാവില്ല നാഡിശുദ്ധി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അത്രയും നമ്മുടെ 2 നാഡികൾ, ബാക്കിയുള്ള എല്ലാ നാഡികളും ഒന്ന് പ്യൂരിഫൈ ആവും, പ്രത്യേകിച്ച് ഇടപിംഗള നാഡികൾ. അതിൻ്റെ മന്ത്രമാണ് ഓം ശിവ എന്നുള്ളത്. ഇത് എങ്ങനെ എടുക്കുന്നുള്ളത് ഗുരു പറയണ്ടേ. വെറുതെ ശ്വാസം എടുക്കുമ്പോൾ ഓം ശിവ അങ്ങനെയല്ല. അത് എവിടെ ഓം എടുത്തിട്ട് എവിടെ നിർത്തണം, എത്ര അങ്കുലത്തിൽ നിർത്തണം, അത് എത്ര ശ്വാസം ഞാൻ പുറത്തേക്ക് കളയണം,
എന്ന് പറയുന്നത് ഗുരുനാഥനാണ്. രണ്ടിലുമുണ്ട്. ഒരു ആസനത്തിൻ്റെ മന്ത്രമാണ് ഓം ശിവ എന്നുള്ളെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഗുരു പറഞ്ഞു തരണം. എന്നാൽ മാത്രമേ അതിന് പൂർണ്ണ ഫലം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആസനങ്ങളെല്ലാം പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയാണ് എന്നിട്ടുണ്ട് ഓരോ ആസനങ്ങളും. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആസനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇന്നൊരു ആസനം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാമെന്ന് ഗുരുവാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് ഒരു ശിഷ്യനിലെ? അതാണ് നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. വാത്മീകിനെ കണ്ടപ്പോൾ അത് രാമമന്ത്രമാണെന്നും ഇന്ന രീതിയിൽ ഇരുന്നാൽ മതിയെന്നും ചിന്തിച്ചത് ആ ദീക്ഷ കൊടുത്ത ഗുരുനാഥൻ. അതെ. കളരിശാസ്ത്രത്തിൽ പറയുമ്പോൾ ഒരു കുട്ടി വന്നു കഴിയുമ്പോൾ ആ കുട്ടിയിലുള്ള ഏത് നാഡീവ്യവസ്ഥയാണ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത്, ആ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സാധനത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം 10 ദിവസം നമ്മൾ ചോദിക്കും, കൊച്ചു വടി വീശി തുടങ്ങിയോ? കളരി ക്ലാസ് വരുന്ന കുട്ടികൾ നമ്മൾക്ക് കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വടി വീശൽ മാത്രമൊന്നുമല്ല. വെറുതെ ഇരുന്നാലും കുറേ ദിവസം നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യേണ്ടി വരും. ഇന്നത്തെ കാലത്ത് അതല്ല. കുട്ടികൾ വരുമ്പോൾ ഞാൻ കിടത്തി ഉറക്കി കഴിഞ്ഞാൽ ആൾ ചിന്തിക്കുക, കാരണം ചിന്തിക്കും മാഷ്ടർ വയ്യാണ്ടായി അതുകൊണ്ട് കിടത്തി ഉറക്കണേയാണ് എന്ന് ചിന്തിക്കും. പക്ഷേ ഈ കിടത്തി ഉറക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സ്ട്രെസ് ആവുന്നുണ്ട്, കുട്ടികളുടെ മനസ്സിൻ്റെ ചിന്തകൾ അലട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾ വരുമ്പോൾ ആ കുട്ടിയുടെ ഡ്രോബാക്കുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനെ എടുത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിൽ പോസ്റ്ററൊക്കെയാണ് ഗുരുനാഥൻ കൊടുക്കേണ്ടത്. അല്ലാതെ ഇന്നത്തെ വിഷയം നമുക്ക് ഇതൊന്നും പ്രാവർത്തികമാക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റില്ല. ആർക്കും മോക്ഷത്തിന് ഒന്നും വേണ്ട, ഇങ്ങനെ സംസാരിച്ച് നടന്നാൽ മതി. ഇപ്പോൾ ഹഠയോഗത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അമിത ഭാഷണം. ഞാൻ യോഗ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെങ്കിൽ മിണ്ടാൻ പാടാതെ പറയാം, മൗനിയായിട്ടിരിക്കണം. ശരിക്കും നാം ചില ക്രിയകൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സംസാരം ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഗവൺമെൻറ് ക്ലാസ് എടുക്കുന്നുണ്ട്. കുറേ അമ്മമാരാണ്, 65 വയസ്സിന് മുകളിലുള്ള അമ്മമാരാണ്. 8 മൂവ്മെൻറ്റും കൊടുത്ത ശേഷം ഞാൻ കുറച്ച് നേരം വെറുതെ ഇരുത്തും. ക്ലാസ് കഴിഞ്ഞിട്ട് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മിണ്ടാൻ തോന്നില്ല. അത് ഞാൻ എൻ്റെ ക്ലാസ് തീരുന്ന 11 മണിക്കാണെങ്കിൽ 1 മണി വരെ എന്നെ പിടിച്ചെടുത്തും. ഇങ്ങനെ ആരും പരസ്പരം മുഖോട്ടൊന്നുമില്ല, ഇങ്ങനെ ഇരിപ്പുള്ളൂ. അപ്പോൾ ആ സാധന കൊണ്ട് മനസ്സ് മൗനമായി പോയതാണ്. അത് നിരന്തരം ചെയ്ത് മൗനമായി മാറണം. അത് ഇന്നത്തെ കാലത്തെ ഒരു വിഷയമാണ്. യോഗാചാര്യന്മാർ ഇന്നത്തെ കാലത്ത് തിരിച്ചാണ്, മൗനിയാവല്ലാണ് കൂടുതൽ സംസാരപ്രിയരാണ്. സംസാരിക്കേണ്ട വിഷയങ്ങൾ ഇതാണ്. നമുക്ക് എങ്ങനെ കുട്ടികളെ അവരുടെ ഡ്രോബാക്കുകൾ കണ്ടെത്തണം, ആ കണ്ടെത്തിയിട്ട് അത് ഏത് നാടിയിലൂടെ കൊടുത്താൽ ശരിയാകുമെന്നും എന്നൊക്കെ അവിടെയാണ് നമുക്ക് കറക്ഷൻ വരുത്തേണ്ടത്. അല്ലാതെ അവൻ പുകവലിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, അതൊക്കെ മാറിക്കോളും വേണമെങ്കിൽ. ഗുരുനാഥൻ പറയുന്നത് ഇങ്ങനെയാണേ, അവൻ സ്വഭാവം ഏതായിക്കോട്ടെ, കഞ്ചാവ് വലിക്കുന്ന പയ്യനോ എന്തായിക്കോട്ടെ, അറിവ് കൊടുക്കുക. അവനെ കൊണ്ട് സാധനം ചെയ്യിപ്പിക്കുക ഡെയിലി. സാധനം നല്ല സാധനമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ മാറും. അല്ലെങ്കിൽ അവൻ മാറ്റിക്കോളും. അവൻ അല്ലെങ്കിൽ ആ സാധനം അവനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ മാറും. ഇപ്പം ഇനിയും ആ സാധനയിൽ ആ മദ്യം കഴിക്കേണ്ടതാണെങ്കിൽ കഴിച്ചോട്ടെ, എനിക്കറിയാൻ പാടില്ലല്ലോ എൻ്റെ ഏത് നാഡീവ്യവസ്ഥയില, അല്ലെങ്കിൽ ഞാൻ മദ്യം കഴിച്ചാലാണ് മാറ്റം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഗുരുവിൻ്റെ സാധനം കൊണ്ട് തന്നെയാണ് കയറി വരേണ്ടത്.